പെട്ട് കേസ് പെട്ടു. അതായത് നമ്മൾ കാണാതെ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി. സിംഹമോ കടുവയോ വല്ലതും ഉണ്ടെങ്കിൽ പോലും ഒരു തണൽ മരം എന്ന് പറയാൻ ഇതാ ഈ ഒരു ഒറ്റ മരം ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ? കുറച്ചുകൂടെ പോയി നോക്കാം. ഒരു പാമ്പ് വല്ലതും വന്നാൽ പോലും അറിയത്തില്ല. ഷൂട്ടിങ് നടന്ന ആ സെയിം സ്ഥലം കേട്ടോ. ഒരു വൈകിട്ടോ ആ കുളം കണ്ടു. ഞാൻ ഇതേ വഴി തന്നെ റിവേഴ്സ് പോവാ. പോലീസ് വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ. എൻ്റെ പൊന്നോ, ഈ മരം മറക്കല്ലേ കേട്ടോ. ഞാനിത് ഇവിടെ ഇരിക്കുമോ? ഫുട്ബോൾ ഗ്രൗണ്ട് അല്ലെങ്കിൽ ക്രിക്കറ്റ് ഗ്രൗണ്ട്. ദൈവമേ, അങ്ങ് ദൂരെ കാണുന്നതാണ് മലങ്കര ഡാമിൻ്റെ ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിൻറ്റ്. നമ്മൾ പോയത് ഇതാ ഈ വഴി. ഒരു വണ്ടിക്ക് അത് എത്ര പേര് എനിക്ക് കൊള്ളും? ഓക്കെ, 1000 രൂപ. എൻ്റെ പൊന്നടാവേ, വെൽക്കം ടു മൈ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ ബാക്കിൽ കാണുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പം ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നേക്കുന്നതാണ്. അപ്പം ഇവിടെ വന്നത് ഇച്ചിരി കഷ്ടപ്പെട്ടു. അതോ അങ്ങ് ദൂരെ അവിടെ നിന്നാണ് നടന്നു വന്നത്. അപ്പം ഞാൻ വന്നത് എങ്ങനെയാണെന്നൊന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം. തനി ഓഫ് റോഡ് റോഡാണ് കേട്ടോ. അതായത് ഇതുവഴി ജീപ്പ് മാത്രമേ പോകത്തുള്ളൂ, വേറെ ഒരു വണ്ടിയും കയറി പോകില്ല. ഞാനേ ഒരു കിലോമീറ്ററോളം നടന്നു. അപ്പം നമുക്ക് ഈ 1 കിലോമീറ്റർ വരെ നമുക്ക് ആ ജീപ്പ് അലോഡുള്ളൂ. ജീപ്പ് അവിടെ വരെ വരുള്ളൂ. ജീപ്പിന് വന്നാൽ നമ്മൾ അവിടെ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ നടക്കണം. അതായത് അങ്ങോട്ട് പിന്നെ നടന്നു പോകണം. ജീപ്പ് അവിടെ വരെയുള്ളൂ. അവിടെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ കണ്ട ഒരു കാഴ്ച അതുണ്ടോ, എന്ത് രസമെന്ന് നോക്കി. അതൊരു സ്ഥലമാണ്. തൊടുപുഴയാകാനാണ് സാധ്യത. തൊടുപുഴ അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരൊന്ന് പറയണം. എൻ്റെ ഒരു അറിവ് തൊടുപുഴയാണെന്നാണ് വിചാരിക്കുന്നത്. ആ കാണുന്നതൊരു ഡാം പോലെയോ കായൽ പോലെയോ കനാൽ പോലെയോ അല്ലെങ്കിൽ ആറ് പോലെയോ അല്ലെങ്കിൽ തൊടുപുഴ എന്ന് പറയുന്ന സ്ഥലമാകാനാണ് സാധ്യത. നമ്മളിങ്ങനെ മേളിൽ നോക്കുമ്പോൾ നമ്മളെന്താ പറയുന്നത്, നമ്മുടെ ഭൂമിയുടെയൊക്കെ മാപ്പ് നോക്കുമ്പോൾ നമ്മൾ പകുതി വെള്ളവും അല്ലെങ്കിൽ മുക്കാലും വെള്ളവും കാൽഭാഗം കരയെന്നൊക്കെ പറയുന്ന പോലെ മുക്കാൽ ഭാഗവും വെള്ളത്തിലാണ്, ഒരു കാൽഭാഗം കര പോലെ കാണാം. അതായത് തൊടുപുഴ ആയിരിക്കാം. അതായത് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്ന വെള്ളമാണ്. അതുപോലൊരു ഒരു സ്ഥലം തൊടുപുഴയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് പറയണേ. അപ്പം നമ്മൾ വന്ന സ്ഥലത്തോട്ട് ഒന്ന് തിരിച്ച് വരാം. നൈസ് ഒരു പ്ലേസാണ് കേട്ടോ. നമ്മളിത് പെട്ടെന്ന് അങ്ങനെ അതായത് നമ്മൾ കാണാതെ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ എന്ന് പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ വന്ന് പോകുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് കയറി. സത്യം പറഞ്ഞാൽ ഇതെല്ലായിടത്തും ഉണ്ട്. ഇത് കേട്ടോ, ഇത് അടയാളം പറയുന്നില്ല. ഇവിടെ വരെ ജീപ്പ് വരുള്ളൂ. നമ്മൾ അവിടുന്ന് 1 കിലോമീറ്റർ നടന്നു വന്നാലും ജീപ്പിൽ വന്നാലും ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ നടക്കണം. അപ്പോൾ ഇതാണ് ചെക്ക് പോസ്റ്റ്. നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാം. നമ്മൾ പറഞ്ഞ ജീപ്പില്ലേ, താഴെ നിന്ന് കയറി വരാമെന്ന് പറഞ്ഞ ജീപ്പ്, അത് ഇവിടെ വരെ വരാൻ സാധ്യതയുള്ളൂ. അതെ, ഇവിടെ വരെ ഉള്ളൂ. അപ്പം നമ്മൾ അവിടുന്ന് അങ്ങ് ദൂരെ നിന്നാണ് വരുന്നത് കേട്ടോ. 1 കിലോമീറ്ററോളം കൂട്ടിക്കോ. ജീപ്പാണ് നിർത്തിയുണ്ടോ. അപ്പോൾ ഇവിടെ വരെ വരത്തുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ളത് നമ്മൾ തന്നെ നടന്ന് കയറണം. പക്ഷേങ്കിൽ ഞാൻ അവിടെ നിന്ന് നടന്നാണ് വന്നേ. അപ്പം ഇനി ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ കൂടെ കാണും. അങ്ങനെ മൊത്തത്തിൽ ഒരു 2 കിലോമീറ്റർ ദൂരം കൂട്ടിക്കോ കേട്ടോ. ഏകദേശം ഒരു കണക്കാണ് പറയുന്നത് കേട്ടോ. ഈ റോഡ് വലിയ കുഴപ്പമില്ല, ജീപ്പ് കയറിയൊക്കെ പോവും. പക്ഷേ എന്താണ് അവരവിടെ അടച്ചിട്ടത് എന്നറിയത്തില്ല. നമ്മളപ്പോഴേ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഇലവീഴ പൂഞ്ചിറ വരുമ്പം നമ്മൾ കാണുന്ന ഒരു കുളം ഉണ്ടല്ലോ, നമ്മൾ മേളിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു കുളം, ഇതാ കാണുന്നതാണ്. നമുക്കവിടെ പോകാം. ആദ്യം നമുക്ക് നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തൊന്ന് ചെല്ലട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. സാധാരണ ഇപ്പോൾ ഇതിപ്പോൾ കോട്ടയം ഡിസ്ട്രിക്റ്റ് എന്ന് വേണേൽ പറയാവേ. കോട്ടയത്തിന് ഇടുക്കിക്ക് ഇടയിലുള്ള ഒരു സ്ഥലമാണ്. സാധാരണ ഇവിടെയൊക്കെ വരുമ്പോൾ നല്ല തണുത്ത കാറ്റും നല്ല തണുപ്പുമാണ്. ഇതിപ്പം നല്ല ചൂടാണ്. കാരണം ഈ ഒരു ക്ലൈമറ്റിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നല്ല ചൂടാണ്. ഇതുപോലുള്ള ചൂടിൽ നമ്മുടെ ഇടുക്കിയിൽ ഇങ്ങനെ കറങ്ങി നടന്നിട്ടില്ല. അത്യാവശ്യം നല്ല ചൂടാണ്. അതുകൊണ്ടോ ഇങ്ങോട്ട് വരുന്നതോറും വഴി കുഴപ്പമില്ലാതെ വരുന്നതാണ്. പക്ഷേ ജീപ്പ് താഴെ വരെ വരുള്ളൂ താനും.
അപ്പോൾ കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചു. ഇത്രയും ദൂരം വന്നതില്ലേ ഒരു തണൽ മരം എന്ന് പറയാൻ ഇതാ ഈ ഒരു ഒറ്റ മരമേ ഉള്ളൂ കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു മരം മാത്രമേ ഉള്ളൂ. ഈ മരം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. വേറെ ഒരു മരം ഇവിടെ ഇരിക്കാനോ നമുക്കൊന്ന് വിശ്രമിക്കാനോ ഒന്നും സ്ഥലമില്ല. അപ്പം ഇതുണ്ട് ഒരു നീല ബിൽഡിങ്. ഇത് നമ്മുടെ ക്വാർട്ടേഴ്സാണ്, പോലീസുകാരുടെ ക്വാർട്ടേഴ്സ് ആയിരിക്കും. അത് നമുക്ക് സിനിമയിൽ കാണുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അപ്പം ഇവിടെയാണ് ആ മരം വീഴുന്നത് കേട്ടോ. ആ മരം നോട്ട് ചെയ്ത് വെച്ചോ, ഉപകാരപ്പെടും. ഞാനവിടെ ഇരുന്നു, അവിടെ ഇരുന്ന് വിശ്രമിക്കാം. നല്ല വെയിലാണ്, അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ നല്ല തണലാണ്. അപ്പം ഇതാണ് നമ്മുടെ ആ സിനിമ ഷൂട്ടിംഗ് നടന്നിട്ടുള്ള ആ ലൊക്കേഷൻ. ഞാൻ ആ മൂവിയുടെ പേര് മറന്നു പോയി. സൗബിൻ്റെ ഒരു മൂവിയില്ലേ, ബാത്റൂം ആയിരിക്കും ഇത്. കറക്റ്റാണ് ലൊക്കേഷൻ. ഇത് പോലീസ് വയർലെസ് സ്റ്റേഷൻ എഴുതി വെച്ചേക്കുന്നത്. ഉള്ളിലോട്ടൊന്ന് കയറാം. ഇതുണ്ടോ, ഇത് മറ്റേ ആ ഷൂട്ടിങ് നടന്ന ആ സെയിം സ്ഥലം കേട്ടോ, ഒരു മാറ്റമില്ല. ഫാനൊക്കെ പോയി. ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അയ്യോ, ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു വ്യൂ ആട്ടോ. എൻ്റെ പൊന്നു, നമ്മളാ താഴെ വെച്ച് പറഞ്ഞില്ലേ ആ ഒരു വ്യൂവിൻ്റെ കുറച്ചുകൂടെ അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ. കൊള്ളാം. ഇത് ഡാമാണോ അതോ തൊടുപുഴയാണോ എന്ന് എനിക്കറിയത്തില്ല, ഒന്ന് പറയണേ. അപ്പോൾ കൊള്ളാം കേട്ടോ, നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. അപ്പോൾ എന്താണേലും മസ്റ്റ് വിസിറ്റ് ഒന്ന് വന്ന് കാണാനുള്ളൊരു സ്ഥലമാണ്. കാരണം നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളല്ലെങ്കിലും നമ്മൾ കാണാത്തൊരു കാഴ്ചയായതുകൊണ്ട് അത് നമ്മളെ വിസ്മയിപ്പിക്കും. അതുതന്നെ എനിക്ക് പറയാനുള്ളൂ. കിടുവാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്കിനി ഒരു സ്ഥലം നമ്മൾ നോട്ട് ചെയ്തായിരുന്നു, താഴെ ആ കണ്ട കുളം. ഇനി ഒരു സ്ഥലം കൂടെ ഉണ്ട്, അത് നമുക്കൊന്ന് ശ്രമിക്കാം കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പം നമുക്ക് നേരെ കുളത്തിന് അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ കയറി കണ്ട ആ ഒരു സിനിമ ലൊക്കേഷൻ. ഇനി ഇവിടെ നമുക്ക് നേരെ കുളത്തിന് അങ്ങോട്ട് വിടാം. ഇത് പക്ക ഓഫ് റോഡാണ് കേട്ടോ. ഇതുവഴി നമുക്ക് ജീപ്പും കൊണ്ട് വരാൻ പറ്റും. പക്ഷേങ്കിൽ സ്വന്തമായിട്ട് ജീപ്പുള്ളവർക്ക് ഇതുവഴി ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അതുപോലെ പെർമിഷനൊക്കെ എടുത്ത് വരാം കേട്ടോ. ഇത് കോട്ടയസ് ആയിരിക്കും, പോലീസ് വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ. ഇത് അതായത് അത് പഴയത്, ഇത് പുതിയത്, അതാണ് സംഭവം. നമ്മുടെ മരം, എൻ്റെ പൊന്നോ, ഈ മരം മറക്കല്ലേ കേട്ടോ. അതായത് ഇലവീഴ പൂഞ്ചിറയിലുള്ള ഒരേ ഒരു മരം മസ്റ്റ് ഇതിന് കീഴെ വന്നിരിക്കാം. കാരണം ഞാൻ വന്ന സമയം 2 മണിയാണേ. അപ്പം നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പം വേറെ ഒരിടത്തും ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു പാറയുടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ഇരിക്കാനുണ്ട്. ഒരു തണൽ പറ്റിയിരിക്കാൻ ഇതാ ആ മരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ മരം മറക്കണ്ട. അപ്പം നമുക്കിനി നേരെ കുളത്തിലോട്ട് പോവാം. ഇറങ്ങി വരാൻ എന്നെ സുഖമെന്ന് അറിയോ, കയറി പോകുന്ന പോലല്ല. അപ്പം നമ്മൾ പറഞ്ഞ ആ കുളം കണ്ടു. ഇനി അവിടെ എങ്ങനെ ചെല്ലും? എന്താണെങ്കിലും വന്ന വഴി തന്നെ തിരിച്ച് പോവാം അല്ലേ. കുളം കണ്ടിട്ടേ പോകുന്നുള്ളൂ. കുളത്തിൻ്റെ കൂടെ നമുക്ക് ഒരു സ്ഥലം കൂടെ ഉണ്ട്. അത് ഞാൻ പറയാത്ത എന്നാന്ന് വെച്ചാൽ അവിടെ പോകാൻ പറ്റുമോ ഇല്ലെന്ന് എനിക്കൊരു ഉറപ്പില്ല. പറ്റുവാണെങ്കിൽ നമ്മളവിടെ പോകും. കാരണം ജീപ്പുകൾ വന്ന് ഇവിടെ കിടപ്പുണ്ട്. അതായത് കയറി വന്നവരെ കൊണ്ടുപോകാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഇലവീഴ പൂഞ്ചിറയിലെത്തി. ഇവിടെ ഇല വീഴത്തില്ലെന്നാണ് പറയുന്നത്. കൊള്ളാം കേട്ടോ, നൈസ്. ഇതൊരു വലിയ തടാകമാണ് കേട്ടോ.
ഇത് ചെറിയ വലിപ്പമൊന്നും അല്ലല്ലോ എൻ്റെ പൊന്നോ. ഉണ്ടോ, നല്ല വലിപ്പം. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് അല്ലെങ്കിൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആ ഒരു വലിപ്പം ഉണ്ട് ഇതിന് കേട്ടോ. അത്രയും വലിപ്പമുണ്ട്. ചെറിയൊരു കുളമാണ്, തടാകം. അപ്പം ഇലവീഴ പൂഞ്ചിറ. നമ്മൾ ഇത് അവിടെയാണ് പോയത്. അതുകൊണ്ടോ അവിടെയാണ് പോയത്. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് നോക്കിയത്. അപ്പം ഇതാണ് ഇലവീഴ പൂഞ്ചിറ. ഇവിടെ വല്ല ബോട്ടിങ്ങൊക്കെ നടക്കുമായിരിക്കും അല്ലേ? ഒന്നും നടക്കാൻ സാധ്യതയില്ലേ. കുളിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരിക്കും. ഒരു തടാകം പോലെ വെള്ളം കെട്ടി നിർത്തിയേക്കുവാ. ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ഇതുണ്ടോ, നടന്നു പോകാനുള്ളൊരു ഇതുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇലവീഴ പൂഞ്ചിറയും കണ്ടു. കുഴപ്പമില്ല, ഒന്നും കാണാനുള്ളതെല്ലാം ഉണ്ട്. കണ്ടില്ലേ, നല്ല വലിപ്പമുള്ളൊരു തടാകം. അപ്പം ഇനി നമുക്ക് ഒരിടം കാണാം. അത് കുറച്ച് സ്പെഷ്യലാണ്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. മുനിയറ ഗുഹ 800 മീറ്റർ, മലങ്കര ഡാം വ്യൂ പോയിൻ്റ് 800 മീറ്റർ. ഈ വഴിയാണ് പോകേണ്ടത്. നമ്മളപ്പം അവിടുന്ന് കണ്ടത് മലങ്കര ഡാമിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് കണ്ടത്. അപ്പം അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ പോയിൻ്റ് കാണാമെന്നാണ് ഇപ്പോൾ അവിടെ എഴുതിയേക്കുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇതാണ് വഴി. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ് കാണുന്നത്. നമുക്ക് ഈ റോഡ് പോലുള്ളിടത്തോടെ തന്നെ ഇങ്ങ് പോവാം. ഇതുവഴിയും ജീപ്പൊക്കെ പോകുന്നതാണ്. ഓഫ് റോഡാണ് കേട്ടോ, ഓഫ് റോഡാണ്. നമുക്ക് ഇതുവഴി മുന്നോട്ട് പോവാം. അങ്ങനെ നമ്മളെ മലങ്കര ഡാം, നമ്മൾ തൊടുപുഴ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് തൊടുപുഴയാണോ ഇനി അതും അറിയത്തില്ല. മലങ്കര ഡാം വ്യൂ പോയിൻ്റ്. അതായത് നമ്മൾ ആ മലയുടെ മേളിൽ നിന്ന് കണ്ടത് കുറച്ചുകൂടെ അടുത്ത് കാണാവുന്ന രീതിയിൽ. അതാണ് അങ്ങ് ദൂരെ കാണുന്നതാണ് മലങ്കര ഡാമിൻ്റെ കെട്ട്. ഇത് ഫുള്ള് മലങ്കര ഡാമിൻ്റെ ബാലൻസാണ് നമ്മളിങ്ങനെ അങ്ങോട്ട് കണ്ടത്. അപ്പം ഈ കാണുന്ന സ്ഥലം ഏതാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഇവിടെ നോക്കിയാൽ ആ മല കാണത്തില്ല, കുറച്ചുകൂടെ മേളിലായിട്ടാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ വ്യൂ പോയിൻറ്റുകൾ കണ്ടത്. അപ്പം ഇവിടെ നോക്കിയാൽ അതുണ്ടോ, ആ സൈഡിലൊരു പാറക്കെട്ടുണ്ട്. ഇവിടെ ഒരു സംഭവമുണ്ട്. അതാണ് ഞാൻ സംഭവമുണ്ട് ഒരെണ്ണം കൂടെ ഉണ്ട് കാണാനുണ്ടെന്ന് പറഞ്ഞ്. അപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗുഹയാണ്. എന്ത് ഗുഹയാണ്? മുനിയറ ഗുഹ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് നമുക്കത് പോവാം. അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ഇതുണ്ടോ, ഇതുപോലെ ജീപ്പേൽ ആൾക്കാർ വന്നിട്ട് ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. നമുക്കും ഒന്ന് പോയി നോക്കാം എന്താ സംഭവം എന്നൊന്നും അറിയണമല്ലോ. ഇത് നമ്മൾ വന്ന വഴിയാണ്. ഇതുണ്ടോ, മുനിയറ ഗുഹ. ഇതൊരു ഈറ്റ. ഈ ഈറ്റയാണ് ഫുള്ള്. ഈറ്റാന്ന് പറഞ്ഞാൽ അറിയാമെന്ന് അറിയത്തില്ല. മുനിയറ ഗുഹ ഇച്ചിരി അഡ്വഞ്ചറാണ് കേട്ടോ. ദൈവമേ, ഒരു വനം. താഴെ ആൾക്കാരുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. ഇവിടെ ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ. ഒന്നുമില്ലല്ലേ? അത് ഉറവന്ന സ്ഥലമാണത്, ഗുഹയല്ലത്. മഴ പെയ്യുമ്പോ അതിനാണ് വെള്ളം. സംഭവം ഇതാണ്. നമുക്ക് കയറി നോക്കാം. ദൈവമേ, എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? വഴി കിട്ടുമോ? ഉള്ളൊന്നും കാണത്തില്ല. ദൈവമേ, ഇത് കുത്തിയൊക്കെ ചെയ്തുകൊണ്ടോ? ഇങ്ങനെയാണ് സ്ഥലം.
എൻ്റെ പൊന്നോ, ഞാനിത് ഇവിടെ ഇരിക്കുക. വല്ല സിംഹമോ കടുവയോ വല്ലതും ഉണ്ടെങ്കിൽ പോലും ഇവിടെ വെള്ളം കേട്ടോ. ദൈവമേ, അതായത് അങ്ങോട്ട് പോകുന്ന റിസ്ക്കാണ്. കാരണം അതുകൊണ്ടോ ഞാൻ ഇവിടെയും കാല് വെച്ചാൽ നിൽക്കുന്നത്. കുറച്ചുകൂടെ പോയി നോക്കാം. ഒരു പാമ്പ് വല്ലതും വന്നാൽ പോലും അറിയത്തില്ല. അവിടെ വരെ ഉള്ളൂ കേട്ടോ. എൻ്റെ മോനി ഉണ്ടോ, അങ്ങോട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മേ, വയ്യ പെട്ട് ഗൈസ്, പെട്ടു. ഗുഹയാണ്. നമുക്ക് തിരിച്ചു പോവാം. എൻ്റെ അമ്മോ, ഞാൻ ഇതേ വഴി തന്നെ റിവേഴ്സ് പോവാ, അല്ലെങ്കിൽ എൻ്റെ അമ്മ, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഇനി ഇവിടെ എന്താ പടി വാ. ഞാൻ ഒറ്റയ്ക്കല്ല, ഇവിടെ കുറച്ച് പേരൂടെ ഉണ്ട്. നമുക്ക് ഇവരുടെ പുറകെ പോവാം. ഇതൊരു വലിയ ഒരു വെള്ളം ഒലിച്ചൊക്കെ പോയ പോലത്തെ ഒരു സ്ഥലമാണ്. അതായത് വലിയ കയറ്റമെന്ന് പറയാനില്ല, എന്നാൽ അത്യാവശ്യം. അതുപോലെ ജീപ്പിന് ട്രിപ്പുണ്ട്. എങ്ങനെയാ ഇതിൻ്റെ റേറ്റ് ഒന്ന് പറയാമോ? ഒരു ഫുൾ സീറ്റാണോ? ഒരു വണ്ടിക്ക് അത് എത്ര പേര് എനിക്ക് കൊള്ളും? ഓക്കെ, 1000 രൂപ. ഈ സ്പോട്ട് മാത്രമാണോ അതോ? ഓക്കെ ഓക്കെ. ഇതും ഇതിന് ഉൾപ്പെടും അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഗുഹ, ഇത് നമ്മളുടെ മലങ്കര ഡാം വ്യൂ പോയിൻ്റ്, മേളിൽ നമ്മളുടെ ഇലവീഴ പൂഞ്ചിറ, അതുപോലെ തന്നെ ഈ ഇലവീഴ പൂഞ്ചിറ ഡാമല്ല തടാകം, ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം 1000 രൂപ. ഒരു ജീപ്പിൽ 8-9 ആൾക്കാർ കയറും. ഇലവീഴ പൂഞ്ചിറ വ്യൂ പോയിൻ്റ് നമ്മൾ പോയത് ഇതാ ഈ വഴിയാണ്. അപ്പം ഈ സ്ഥലം എന്ന് പറയുന്നത്, ഇപ്പം ഈ റൂട്ടില്ലേ, ഈ വരുന്ന റൂട്ട് ഇടുക്കി കാഞ്ഞാറ് വാഗമൺ റൂട്ടാണ്. അപ്പം കാഞ്ഞാറ് വന്നിട്ട് നമുക്ക് ബസ്സിന് ഇങ്ങോട്ട് ബസ് റൂട്ടില്ല, വണ്ടിക്ക് തന്നെ വരണം. മാക്സിമം നമ്മുടെ സ്വന്തം വണ്ടിക്ക് വരുമോ അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് വരുമോ ജീപ്പ് പിടിച്ചോ വരാനേ പറ്റുള്ളൂ. കാഞ്ഞാറിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കാഞ്ഞാറ് വരെ ബസ് റൂട്ടുണ്ട്. പിന്നെ നമുക്ക് ആ റൂട്ടെന്ന് പറയുന്നത് ഈരാറ്റുപേട്ട പാലാ റൂട്ടാണ്. അപ്പം അവിടുന്ന് വരുന്നവർ മേലുകാവ് എന്ന് പറയുന്ന സ്ഥലം വരെ നമുക്ക് ബസ്സിന് വരാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും വണ്ടി പിടിച്ചുകൊണ്ട് ഇവിടെ വരാവുള്ളൂ. സ്വന്തം വണ്ടിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തും. അപ്പം എവിടെ നിന്നാണെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ ബസ് റൂട്ടിൽ നിന്ന്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.